കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വ്യാപക അക്രമം അഴിച്ചുവിട്ട് KSU. പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറിൽ 8 SFI പ്രവർത്തകരുടെ തലയ്ക്ക് പരിക്കേറ്റു. SFI പാളയം ഏരിയ കമ്മിറ്റി മെമ്പർ ധനേഷ്, SFI യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആബിദ് ജാഫർ ഖാൻ, ഒപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, അതായത് വലിയ അക്രമമാണ് ഇന്നിപ്പോൾ അവിടെ KSU പ്രവർത്തകർ അഴിച്ചുവിട്ടെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാവിലെ മുതൽ തന്നെ അവർ അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടുകയായിരുന്നു. ഈ കമ്പും കല്ലും വടിയുമൊക്കെ സംഭരിച്ചു വച്ചു. പിന്നീട് റിസൾട്ട് വന്നപ്പോൾ തോൽവിയാണെന്ന് മനസ്സിലായപ്പോൾ ആ നിമിഷം മുതൽ തന്നെ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അന്തരീക്ഷം ശാന്തമായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഉജ്ജ്വല വിജയമാണ് തെരഞ്ഞെടുപ്പിൽ SFI നേടിയെടുത്തിരിക്കുന്നത്. മനു, തീർച്ചയായും നേരത്തെ വലിയ തരത്തിലുള്ള സംഘർഷം, അതായത് ഒരു തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംഘർഷമാണ് KSU നേരത്തെ യൂണിവേഴ്സിറ്റിക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ നിലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും എല്ലാം ഈ ക്യാമ്പസിന്, അതായത് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ തമ്പടിച്ചു നിൽക്കുകയും വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തു. നിരവധി SFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അവരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് പോലീസ് ഇവരെയൊക്കെ അവിടെ നിന്നും നീക്കി. ഇപ്പോൾ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ മിന്നുന്ന വിജയമാണ് SFI നേടിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ SFI ഈ പ്രവർത്തകർ, ഈ വിജയിച്ച പ്രവർത്തകരെയും കൊണ്ട് ഒരു വലിയ നിലയിലുള്ള നിരവധിയായ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത്. ആഹ്ലാദ പ്രകടനം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അതോടൊപ്പം ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് തൊട്ട് മുൻപായി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ വിമർശനം ഈ VC-ക്കെതിരെയും അതുപോലെ തന്നെ KSU-നെതിരെയും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. VC എന്ന് പറയുന്നാൽ സംഘി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് VC-യെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. BJP-യുടെ RSS-ന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരാൾ മാത്രമായി VC അധപ്പതിച്ചു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയനെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്ത നിലയിലേക്ക് ഞെരുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ഒരു SFIയുടെ നേതൃത്വത്തിൽ ഒരു യൂണിയൻ വരരുത് എന്ന് ആഗ്രഹിച്ചതിൽ പ്രധാനിയാണ് VC. പക്ഷേ ആ VC അടക്കം കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രകടനത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഈ വിജയം, SFI നേടിയിട്ടുള്ള ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ SFIക്ക് വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ഈ വിജയം VC കണ്ണു തുറന്ന് കാണണം എന്ന കാര്യമാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ സംഘീയ നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന VC-ക്ക് ഓശാന പാടുന്ന ഒരു സംഘടനയായി അല്ലെങ്കിൽ കുസ്ലിപ്പണി ചെയ്യുന്ന ഒരു സംഘടനയായി കേരളത്തിനകത്ത് KSU മാറി എന്ന വലിയ വിമർശനവും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ആഹ്ലാദ പ്രകടനം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടറിക്ക് മുന്നിൽ സമാപിച്ചിരിക്കുകയാണ്. മനു, ഓക്കെ, അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് അവിടെ നടന്ന വലിയ അതിക്രമത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണമല്ലോ കമലേഷ്. അവിടെ KSU പ്രവർത്തകർ, പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം ആളുകൾ എത്തുന്നു. വലിയ തോതിൽ SFI പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരവിടെ വിജയം ആഘോഷിക്കുന്ന SFI പ്രവർത്തകർക്ക് നേരെ പുറത്തുനിന്ന് കല്ലേറ്, വടി ഉപയോഗിച്ചുള്ള ആക്രമണം, ആ രീതിയിൽ കരുതിക്കൂട്ടിയുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു അക്രമമാണെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് സർവകലാശാലയിൽ. മനു, തീർച്ചയായും ഈ ആക്രമണം മാധ്യമങ്ങളെല്ലാം, എല്ലാ മാധ്യമങ്ങളും പകർത്തിയില്ലെങ്കിലും ചില മാധ്യമങ്ങളിലും വളരെ കൃത്യമായി ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി തന്നെ കമ്പും ഇഷ്ടികയും അടക്കം ഉപയോഗിച്ചുകൊണ്ട് SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന, ഹെൽമറ്റ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ തലക്കടിച്ച് വീഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ നിലയിൽ വളരെ ആസൂത്രിതമായി അവർ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ തമ്പടിക്കുകയും വരുന്ന വിദ്യാർത്ഥികളെ ആകെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഹെൽമറ്റ് കൊണ്ടുള്ള അടിയിൽ ഒരു വിദ്യാർത്ഥിക്ക് വളരെ സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. 2 പല്ല് നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ പോലീസും വലിയ നിലയിൽ ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ ഈ യൂണിവേഴ്സിറ്റിക്ക് അകത്തും വലിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹവും ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും KSU എന്ന് പറയുന്നത് നേരത്തെ തന്നെ അവർ പരാജയപ്പെടും എന്നവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാധ്യമ ശ്രദ്ധ മുഴുവൻ ഈ SFI പ്രവർത്തകർ ഒരു അക്രമം ഉണ്ടാക്കുന്നു എന്ന നിലയിലേക്ക് വരുത്തി തീർക്കുന്നതിന് ആവശ്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നേരത്തെ തന്നെ KSU പ്രവർത്തകർ നടത്തി എന്ന് വേണം കരുതാൻ. നമുക്ക് ആ രീതിയിൽ തന്നെ കരുതേണ്ടി വരും. കാരണം അത്രമാത്രം ആസൂത്രിതമായിരുന്നു ഇന്നവിടെ KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഓരോ നീക്കങ്ങളുമെന്ന് വളരെ ഗൗരവത്തോടെ പറയേണ്ടി വരും. കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.